കേന്ദ്രം നൽകുന്ന താങ്ങുവില അത് സംസ്ഥാന സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ആക്ഷേപം. അതായത് പ്രൊഡക്ഷൻ ഇൻസെന്റീവിൽ അത് കുറവ് ചെയ്യുക ചെയ്യുന്നു. അതിലൊരു മാറ്റം വരുത്തുക, അതിനെന്തെങ്കിലും തരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ, കർഷകന് അത് പ്രയോജനകരമായി വരികയാണെന്നുള്ള വിഷയം ഗവൺമെന്റ് തലത്തിൽ ഞാൻ സംസാരിച്ചിട്ട് അതിന് ശാശ്വത പരിഹാരം തന്നെ കാണും. എന്തായിരുന്നാലും ഗവൺമെന്റ് കർഷകരുടെ കൂടെ നിൽക്കുന്നതാണ്, പ്രത്യേകിച്ച് കുട്ടനാടൻ MLA കൂടെ നിൽക്കുന്ന ഗവൺമെന്റാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു സഹായം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കുട്ടനാട്ടിലെ കർഷകർക്ക് പ്രത്യേകമായിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. എനിക്ക് സത്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്നാലും ഞാനത് കേട്ടിടത്തോളം നിങ്ങളുടെ ന്യൂസിനകത്തുനിന്ന് കേട്ടത് ആ ഒരു കൊച്ചിന്റെ മരണം നടന്നപ്പോൾ എവിടെയോ സമരം നടന്നു എന്നുള്ളതാണ്. അതും പ്രത്യേകിച്ച് മലപ്പുറത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു സമരത്തിലേക്കൊക്കെ പോയത് തെറ്റായിട്ടുള്ള നടപടിയാണെന്നുള്ളതാണ് ഒരഭിപ്രായം എന്റേത്. കാരണം ഒരു വിഷയം നടക്കുമ്പോൾ എന്നാണെന്നൊന്ന് തിരക്കി അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ തീരുമാനത്തിലേക്ക് പോയിരുന്നത് നല്ലതായിരുന്നു. പിന്നെ ഗവൺമെന്റിലെ മന്ത്രിയൊക്കെ കുറ്റം പറയാന്നുള്ളത് ഇപ്പോൾ ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനൊന്നുമല്ല, മന്ത്രിയുടെ ഭാഗത്ത് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഈ വിഷയം നടന്ന ഉടനെ മലപ്പുറത്ത് ഇതിനെതിരെ ഒരു പ്രതിഷേധ സമരം നടന്നപ്പോൾ അതെന്തോ ഗൂഢാലോചനയാണെന്നൊരു സംശയം അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയതാകാം. അത് സാധാരണ സംഭവമാണ്. ഇപ്പൊ നമുക്കും തോന്നുമല്ലോ അത്. കാരണം ഞാനിവിടെ ഇപ്പം കയറി വന്നപ്പോഴത്തേക്ക് ഒരു മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പം മുദ്രാവാക്യം വിളിക്കാൻ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു, എന്തിനാ MLA വന്നല്ലോ, ഇനി മുദ്രാവാക്യം നിർത്തരുത്. അല്ല, ഞങ്ങളുടെ സങ്കടം സാറിനെ അറിയിച്ചാന്ന് പറഞ്ഞു. നല്ല കാര്യം എന്ന് പറയുന്ന പോലെ സംസാരത്തിൽ വന്ന ഒരു കാര്യമെന്നേ ഉള്ളൂ. കാരണം അതിന് അങ്ങനൊന്നും ഞാൻ പറഞ്ഞ ഒരു മരണം നടക്കുമ്പോൾ ആരും, ഞാനായാലും മറ്റേത് വ്യക്തികളായാലും, ഒരു മുതലെടുപ്പിനും ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നാളെ നമ്മളും ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ട, ഇന്നല്ല നാളെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാ. അപ്പം ആ ഒരു ചിന്ത വേണം. ഒരു കുഞ്ഞിന്റെ ദാരുണമായ ഒരു അന്ത്യം അത് വളരെ പരിതാപകരവും സങ്കടകരവുമാണ്. അപ്പം നമ്മുടെ കുഞ്ഞിനത് സംഭവിക്കുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കുകയും ആ വിഷയത്തിൽ ആ കുടുംബത്തോട് പങ്കുചേർന്നുകൊണ്ട് ദുഃഖം പങ്കിടുക ചെയ്യേണ്ട. ആവശ്യമില്ലാത്ത സമരവും ഗവൺമെന്റിനെ കുറ്റം പറയാനും മന്ത്രിയെ കുറ്റം പറയാനും അല്ല ഇതിന് സമയം കണ്ടെത്തേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം. മറ്റേ വനംവകുപ്പിനെ കുറിച്ച് വ്യാപകമായ ആക്ഷേപം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ശരിക്കും വനംവകുപ്പിനെ തെരഞ്ഞെടുപ്പിച്ച ആക്ഷേപമാണോ അതോ മന്ത്രിക്കെതിരെ ഇങ്ങനെ പറയുന്നതിൽ കഴമ്പുണ്ടോ? അല്ല, അതിപ്പോ AK ശശീന്ദ്രന് കഴിവുകേടുണ്ടെന്നുള്ളത് ഗവൺമെന്റ് അല്ലേ വിലയിരുത്തണ്ട. അല്ല, ഒരിക്കലും പ്രതിപക്ഷമല്ല. പ്രതിപക്ഷം അങ്ങനെ പറയത്തുള്ളൂ. കാരണം അവർക്ക് അങ്ങനെ പറഞ്ഞാലേ അവർക്ക് മൈലേജ് ഉള്ളൂ. പക്ഷേ ശശീന്ദ്രൻ വളരെ കഴിവുള്ള ഒരു മന്ത്രിയാണ്. ഞാൻ കണ്ടിടത്തോളം അദ്ദേഹം വളരെ നല്ല രീതിയിൽ ചന്തോചിതമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. കഴിവുമുണ്ട്, പ്രാപ്തിയുമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ട്. പിന്നെ ഗവൺമെന്റിനെ കുറ്റം പറയാൻ വേണ്ടി കിട്ടുന്ന അവസരം പ്രതിപക്ഷം മുതലെടുക്കുന്നെന്നുള്ളതിൽ അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തെറ്റായിട്ടുള്ള വാർത്ത. മുഖ്യമന്ത്രി അങ്ങനെ ഒരു മന്ത്രിമാരെയും കൈയൊഴിയുന്ന മുഖ്യമന്ത്രി എല്ലാവരും MLA-മാരും 139 MLA-മാരും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കൈയൊഴിയുന്നവരും മുഖ്യമന്ത്രിയല്ല. എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ ചന്തവും ഉചിതമായി കേട്ട് അതിന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഞങ്ങൾക്കറിയില്ല, ഈ അടുത്ത കാലത്ത് ശ്രീ ചാണ്ടി ഉമ്മനോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ പത്രക്കാർ തന്നെ ചോദിച്ചേ, നിങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും അധികം നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ആരാണ് കേരളത്തിൽ പറഞ്ഞത്? ശ്രീ പിണറായി വിജയൻ എന്നാ പറഞ്ഞത്. ഒരു പ്രതിപക്ഷ MLA ആണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അതിനായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അങ്ങനെ ആരെയും കൈയഴിയുന്ന ആളൊന്നുമല്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല. ഞങ്ങളുടെ വകുപ്പിനെ കുറിച്ച് ഞങ്ങളങ്ങനെ പരാതി പറയുന്നത്. പരാതി വെളിയിൽ നിന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് അതിന് പരിഹാരം കാണും. അതാണ് ഞങ്ങളുടെ രീതി. അല്ലാതെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വകുപ്പിനെ കുറ്റം പറയുകയാണ്. അപ്പോൾ അങ്ങനെ ശരിയാകുന്ന രീതി. ഞാനിപ്പം കുട്ടനാട്ടിൽ നിന്നുകൊണ്ട് കുട്ടനാട്ടിലെ കർഷകരെ കുറ്റം പറയുന്ന രീതി ശരിയല്ലല്ലോ. അതുകൊണ്ട് വളരെ ക്ലിയറാണ് നിങ്ങളുടെ ചോദ്യം. നല്ല ചോദ്യത്തിന് എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട്. പഴയ കാലത്തിലേക്ക് പോകണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആ കൊച്ചു മരിച്ചതായിട്ട് ബന്ധപ്പെട്ട ഒരു സമരം നടന്നു മലപ്പുറത്ത്. അതിനോടാണ് മന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരുത്തി പറയണമല്ലോ. അതാണല്ലോ അതിന്റെ മാന്യത. കാരണം അല്ലാതെ അതിനകത്ത് പിടിച്ചിരിക്കുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് മന്ത്രിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് സമർത്ഥിക്കാനായിട്ട് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് സാധാരണ സംഭവമാണ്. അതിലേക്കൊന്നും MLA-ക്ക് പോകാനൊക്കത്തില്ല. MLA എപ്പോഴും വളരെ
ഉചിതമായ രീതിയിൽ ചിന്തിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങളുടെ മന്ത്രി വളരെ കഴിവുള്ള മന്ത്രിയും പ്രാപ്തനുമാണ്. അദ്ദേഹം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ NCP ആണ് അതിന്റെ ആധിപത്യത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മുന്നോട്ട് പോകുന്നു. ഒരു സംശയമില്ല കാര്യത്തിൽ.